ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ചെയ്യണോ എന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്. അതിൻ്റെ ഫോർമാറ്റ് ഷുഡ് ഐ പ്ലസ് വെർബാണ്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഷുഡ് ഐ കം, ഞാൻ വരണോ? ഷുഡ് ഐ ടെൽ ഹിം എനിത്തിങ് പർട്ടിക്കുലർ, ഞാൻ അയാളോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയണോ? ഷുഡ് ഐ വെയിറ്റ് ഫോർ യു ആഫ്റ്റർ 5:30, ഞാൻ 5:30 ശേഷം നിങ്ങളെ കാത്തു നിൽക്കേണ്ടതുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഫോം ഓഫ് ഷുഡാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വെന്ന്, വേറെ എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ വെൻ ഷുഡ് ഐ കം, ഞാൻ എപ്പോഴാണ് വരേണ്ടത്? വേർ ഷുഡ് ഐ വെയിറ്റ് ഫോർ യു, ഞാൻ നിങ്ങളെ എവിടെയാണ് കാത്തു നിൽക്കേണ്ടത്? വാട്ട് ടൈം ഷുഡ് ഐ കോൾ യു, ഞാൻ നിങ്ങളെ എത്ര മണിക്ക് വിളിക്കണം? അതുപോലെ ഹൗ ലോങ് ഷുഡ് വി വെയിറ്റ് ഫോർ ഹിം, നമ്മൾ എത്ര സമയം അവനെ വെയിറ്റ് ചെയ്യണം? വാട്ട് ഷുഡ് ഐ സേ ഓർ ഡു, ഞാൻ എന്തു പറയണം അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി യൂസിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അടുത്തത് നീഡിൻ്റ്, അത് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് നമ്മൾ നീഡിൻ്റാണ് ഉപയോഗിക്കുന്നത്. ഇത് സാധാരണയായിട്ട് ഓഫീസുകളിലൊക്കെ യൂസ് കൂടുതൽ വരുന്ന ഒരു ഫോമാണ്. യു നീഡിൻ്റ് വറി, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഐ നീഡിൻ്റ് ഗോ there uninvited, എനിക്ക് ക്ഷണിക്കാതെ ഞാൻ അവിടെ ചൊല്ലേണ്ട കാര്യമില്ല. ഐ നീഡിൻ്റ് ലിക്ക് ദ മാനേജേഴ്സ് ബൂട്ട്, എനിക്ക് മാനേജറുടെ കാല് പിടിക്കേണ്ട കാര്യമില്ല. അടുത്ത കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം. ഐ നീഡിൻ്റ് ടേക്ക് ബ്രൈബ്, എനിക്ക് കൈക്കൂലി വാങ്ങേണ്ട കാര്യമില്ല. വി നീഡിൻ്റ് വോക്ക് ആസ് ദർ ആർ ബസ്സസ് ഇൻ എവറി 15 minutes, ഓരോ 15 മിനിറ്റിലും ബസ് ഉള്ളപ്പോൾ നമുക്ക് നടക്കേണ്ട കാര്യമില്ല. അടുത്ത എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. വി നീഡിൻ്റ് ഹാങ് അറൗണ്ട് ഹിയർ എനിമോർ, നമ്മൾ ഇനി ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കേണ്ട കാര്യമില്ല. യു നീഡിൻ്റ് ഗിവ് എ പെന്നി മോർ ഓർ ലെസ്, നീ അയാൾക്ക് ഒരു പൈസ പോലും കൂടുതലോ കുറവോ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ നീഡിൻ്റെ മോസ്റ്റ്ലി നമ്മൾ ഓഫീസുകളിലൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ക്വസ്റ്റ്യൻ ഫോം ഓഫ് നീഡ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഫോം പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും കൂടി ചെയ്യുക. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി മാത്രമേ നമുക്ക് ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. നീഡ് ഐ കം ടുമോറോ, ഞാൻ നാളെ വരേണ്ട കാര്യമുണ്ടോ? നീഡ് വി ഡാൻസ് ടു ഹിസ് ട്യൂൺസ്, നമ്മൾ അയാളുടെ താളത്തിനൊത്ത് തുള്ളേണ്ട കാര്യമുണ്ടോ? അതായത് താളത്തിനൊത്ത് തുള്ളുക എന്ന് പറയുന്നത് ഡാൻസ് ടു ഹിസ് ട്യൂൺസ് എന്നുള്ള ശൈലിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. നിങ്ങളുടെ കമൻസ് ആഡ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. പുതിയ ഒരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എത്താം. അതുവരേക്കും ബൈ ബൈ.